ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷേ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അനൂപിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. അയ്യോ ഈശ്വര, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഞാനൊരു ഡ്രാമ കളിച്ചതാണെന്ന് മധുവിന് ബോധ്യമായിട്ടുണ്ട്. എന്നാലും കമ്മീഷണർക്ക് കേസ് കൊടുത്തത് എല്ലാവർക്കും തിരിച്ചടിയാവും. ഇനിയൊരു കോംപ്രമൈസിന് മധുവിനോട് ആര് സംസാരിക്കും? എങ്ങനെ സംസാരിക്കും? ഇനിയിപ്പോ എന്താണ് സാർ ചെയ്യാൻ പറ്റുക? അർച്ചന കിട്ടിയ കുരുക്ക് അർച്ചന തന്നെ അഴിക്കണം. അവിടെ ചെന്ന് ജോത്സ്യം പറഞ്ഞത് കേട്ടപ്പോ അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി. ജോത്സ്യൻ എന്താ പറഞ്ഞ? നമ്മുടെ വീട്ടിൽ സംഭവിച്ച ഈ അപകടങ്ങളെല്ലാം വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ ആരംഭമാണെന്നാ ആ ജോത്സ്യം പറഞ്ഞത്. പൂർവികന്മാരെല്ലാരും കൂടി ചുട്ടുകൊന്ന ഏതോ ഒരു ദുരാത്മാവ് വീണ്ടും നമ്മുടെ തറവാട്ടിൽ പുനർജനിക്കാൻ പോകുന്നു. ആ ദുരാത്മാവാണ് നിന്റെ വയറ്റിൽ നിന്ന് വന്ന് പിറക്കാൻ പോകുന്ന ഈ കുഞ്ഞ്. ആ ടെൻഷൻ എല്ലാം കൂടി ഉള്ളിക്കൊണ്ട് നടന്നിട്ടാ അച്ഛൻ ഈ സ്ട്രോക്ക് വന്നത്. ഇപ്പൊ നീ അച്ഛനെ കാണാൻ അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത്. നിന്നെ കണ്ടാലേ അച്ഛന് ചിലപ്പോ വീണ്ടും സ്ട്രോക്ക് വരും. അതോടെ ചിലപ്പോ ആളങ്ങ് തട്ടിപ്പോയിന്ന് വരും. ജോത്സ്യം പിന്നെ ഒന്നുകൂടി പറഞ്ഞു, നിന്റെ വയറ്റിലെ അസുരവിത്ത് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല. അത് കേട്ടതിന്റെ ഷോക്കാ അച്ഛൻ ഈ സ്ട്രോക്ക് വന്നത്. എന്തായാലും ഇതൊരു ഹോസ്പിറ്റലാ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എന്ത് വേണമെന്ന് നീ ആലോചിക്ക. തൽക്കാലം ഞാൻ പോയി അച്ഛനെ കണ്ടിട്ട് വരാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യ്. നിന്റെ വയറ്റിലെ അസുരവിത്ത് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല. മീര, മീര, എന്ത് പറ്റിയടാ നിനക്ക്? ആകെ അങ്ങ് വല്ലാതായി പോയല്ലോ. അച്ഛൻ എവിടെ അമ്മേ? ഇതിനകത്ത് എങ്ങനൊരവസ്ഥ നിന്നെ വന്ന് കാണാൻ അച്ഛനാവില്ലടാ. ഹേയ്, ഉടനെ തന്നെ ഞാൻ എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങും. ഞാൻ ജാമ്യത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ചിരുന്നാലേ നിങ്ങളുടെ ശവം മാത്രമേ ഞങ്ങൾക്ക് കിട്ടൂ. മീര, ഇനി അവരെ വിശ്വസിക്കൂല. നീ എന്തൊക്കെയാ മീരി പറയുന്നത്? അവര് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാനൊന്നും അല്ല പോകുന്നത്, നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കാനാ. ആ ചെങ്കൽ മധുവിന് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുകൊടുക്കാന്ന് സച്ചി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ പറ, ഞാൻ അവരെ വിശ്വസിക്കണോ? അനൂപേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കിയേ പറ്റൂ. ഞാൻ തന്നെ പോയി ഒരു വക്കീലിനെ കണ്ട് ഏർപ്പാട് ചെയ്യാം.
മോനെ സച്ചി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷെ അത് നിന്നെ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയല്ല. അർച്ചനയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ആ ഗുണ്ടകൾ നിന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ പിന്നെ ആ സമയത്ത് അവൻ വേറെ എന്ത് ചെയ്യാനാ? അവരെ രക്ഷിക്കാൻ വേണ്ടി അവനങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിന്നെ അവൻ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതറിഞ്ഞപ്പോ ഉള്ള സങ്കടം കൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗർഭിണിയായ ഒരു പെണ്ണ് ഒരു കൈക്കുഞ്ഞുമായിട്ട് ആ ഗുണ്ടകളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആരായാലും ഒന്ന് പതറിപ്പോകും. അത് മാത്രം ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ നിന്നെ ഒരിക്കലും അവൻ ഗുണ്ടകൾക്ക് കൊണ്ട് കൊടുക്കത്തില്ല. ഇനി അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്തായാലും നമ്മുടെ കുടുംബത്തിലും നെല്ലിശ്ശേരി കുടുംബത്തിലും ആകെ ഒരു ദോഷകാലമാ. ഇതാണ് യോഗി. പിന്നെന്താ ചെയ്യ? മോനെ സച്ചിയെ നീ ഒരിക്കലും തെറ്റിദ്ധരിക്കലടാ. സച്ചി അങ്ങനെ പറഞ്ഞു എന്നോർത്ത് നീ തെറ്റിദ്ധരിക്കണ്ട. അവനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അവനൊരിക്കലും എന്നോട് അങ്ങനെ ഒരു നീതികേട് ചെയ്യാൻ കഴിയില്ല. അന്നേരം അവരെ രക്ഷിക്കാൻ അങ്ങനെ ഒരു തന്ത്രം ഉപയോഗിച്ചൊന്നല്ലാതെ അങ്ങനെ ഒരു നീതികേട് എന്നോട് കാണിക്കാൻ അവന് കഴിയില്ല. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നോ? അനുഭവിക്കുമ്പോഴേ പഠിക്കും. അനൂപേ, കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലേക്കാ നീങ്ങുന്നേ. മധുവിനെതിരെ കേസ് കൊടുക്കരുതെന്ന് ഇന്നലെ ഞാൻ അർച്ചനയോട് പറഞ്ഞതാണ്. പക്ഷെ എന്നോടൊരു വാക്കുപോലും പറയാതെ അവർ കമ്മീഷണർക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തു. മധുവിന്റെ അഡ്വക്കേറ്റ് റാണിചന്ദ്ര വഴി കോംപ്രമൈസിന് ശ്രമിക്കാനാണ് ഞാൻ പറഞ്ഞത്. അവര് റാണിചന്ദ്രനെ ചെന്ന് കാണുകയും ചെയ്തു. പക്ഷെ ആദ്യത്തെ സിറ്റിംഗിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വർക്കായില്ല. പക്ഷേ അടുത്ത തവണ അത് ഉറപ്പായിട്ടും സാധിക്കുമായിരുന്നു. അതിനു മുമ്പ് അവർ കമ്മീഷണർക്ക് കേസ് കൊടുത്തത് ഇതിനെല്ലാം തിരിച്ചടിയായി. എന്റെ അനൂപേട്ടന് ജാമ്യം കിട്ടില്ലേ സർ? ജാമ്യം കിട്ടും, അതൊരു പ്രശ്നമല്ല. പക്ഷേ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അനൂപിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. അയ്യോ ഈശ്വരാ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഞാനൊരു ഡ്രാമ കളിച്ചതാണെന്ന് മധുവിന് ബോധ്യമായിട്ടുണ്ട്. എന്നാലും കമ്മീഷണർക്ക് കേസ് കൊടുത്തത് എല്ലാവർക്കും തിരിച്ചടിയാവും. ഇനിയൊരു കോംപ്രമൈസിന് മധുവിനോട് ആര് സംസാരിക്കും? എങ്ങനെ സംസാരിക്കും? ഇനിയിപ്പോ എന്താണ് സാർ ചെയ്യാൻ പറ്റുക? അർച്ചന കിട്ടിയ കുരുക്ക് അർച്ചന തന്നെ അഴിക്കണം.